أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل عسى أن يكون ردف لكم بعض الذي تستعجلون وإن ربك لذو فضل على الناس ولكن أكثرهم لا يشكرون وإن ربك ليعلم ما تكن صدورهم وما يعلنون وما من غائبة في السماء والأرض إلا في كتاب مبين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1291 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായമായ സൂറത്തുൻ നംലിലെ 72 മുതൽ 75 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്ത് ക്ലാസ് സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل عسى أن يكون ردف لكم بعض الذي تستعجلون وإن ربك لذو فضل على الناس ولكن أكثرهم لا يشكرون وإن ربك ليعلم ما تكن صدورهم وما يعلنون وما من غائبة في السماء والأرض إلا في كتاب مبين. صدق الله العلي العظيم. സൂറത്തുൽ നംലിലെ 72 മുതൽ 75 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. കഥാകഥനങ്ങളുടെ മുഖ്യമായ ഒരു ഭാഗം പിന്നിട്ടതിന് ശേഷം വളരെ സാരസമ്പുഷ്ടമായ ചിന്തോദ്ദീപകമായ ആശയങ്ങളാണ് സൂറത്തുൽ നംലിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. മക്കയിലെ സത്യനിഷേധികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മുന്നിൽ ചരിത്രത്തിന്റെ പിൻബലത്തോടെയും പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ യാഥാർത്ഥ്യങ്ങളുടെ വെളിച്ചത്തിലും അള്ളാഹുവിന്റെ ഏകത്വവും പാരത്രിക ജീവിതവും ഈ അടിസ്ഥാന കാര്യങ്ങൾ ഏറ്റവും യുക്തിഭദ്രമായ ഏറ്റവും മനുഷ്യ ആലോചനക്ക് സ്വീകാര്യമായ ബുദ്ധിക്ക് സ്വീകാര്യമായ വിധത്തിൽ അവതരിപ്പിക്കപ്പെടുകയായിരുന്നു. നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തും അതിൻ്റെ തൊട്ട് മുമ്പായിട്ട് വന്നിട്ടുള്ള ആയത്തുകളിലുമൊക്കെയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യങ്ങള് മക്കയിലെ ആളുകളെ അവര് നിലകൊള്ളുന്ന ജീവിത സാഹചര്യത്തെയും അവരുടെ നിലപാടുകളെയും ഒക്കെ പുനരാലോചന ചെയ്യുന്നതിന് വേണ്ടിയായിട്ട് അവരുടെ മുന്നിൽ സമർപ്പിക്കപ്പെടുകയാണ്. ആളുകള് ധാർഷ്ട്യത്തോടു കൂടി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം, ഞങ്ങള് അതുപോലെ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരൊക്കെ താക്കീത് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന ആ കാര്യം, ദൈവിക നടപടി, അത് താക്കീതായിട്ട് മാത്രമേ ഉള്ളൂ, അതെന്തേ യാഥാർത്ഥ്യമായിട്ട് വരാത്തത്? ഞങ്ങള് വളരെ വ്യക്തമായും തന്നെ താങ്കൾ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളെ തള്ളിക്കളഞ്ഞിട്ടുണ്ടല്ലോ, എന്നിട്ടും എന്തുകൊണ്ടാണ് ദൈവിക നടപടി, താക്കീത് ചെയ്യപ്പെട്ട ആ നടപടി വന്നു ചേരാത്തത് എന്ന വിധത്തിലാണ് അവർ സംസാരിക്കുകയുണ്ടായത്. അതിനുള്ള മറുപടിയായിട്ട് അള്ളാഹു അവരെ കേൾപ്പിച്ച ഒരു കാര്യം, നിങ്ങൾ ഭൂമിയിലൊന്ന്
സഞ്ചരിച്ച് കാണുക, അല്ലെങ്കിൽ നിങ്ങൾ ചരിത്രത്തിലൂടെ ഒന്ന് പ്രയാണം ചെയ്യുക. എന്തായിരുന്നു ധിക്കാരികളും അഹങ്കാരികളും കുറ്റവാളികളുമായിരുന്ന മുൻ തലമുറ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്ന ആക്ഷേപത്ത്, അവരുടെ പരിണതി എന്തായിരുന്നു എന്നത് ഒന്ന് നോക്കിക്കാണുക. എന്നിട്ട് തീരുമാനിക്കുക, ഈ ആക്ഷേപത്ത് അല്ലെങ്കിൽ അവര് നൽകപ്പെട്ടിരുന്ന താക്കീത് ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ആരുടെയെങ്കിലും കാര്യത്തിൽ യാഥാർത്ഥ്യമായി വന്നിട്ടുണ്ടോ ഇല്ലേ എന്ന കാര്യം. അതുകൊണ്ട് ഇത്രയും താക്കീതായിട്ട് കാര്യങ്ങൾ വ്യക്തമായി അവരെ അറിയിക്കപ്പെട്ട സ്ഥിതിക്ക് പ്രവാചകരെ തങ്ങൾ ഒരു നിലക്കും അവരുടെ കാര്യത്തിൽ വ്യസനം ഉള്ള ആളായിട്ട് കഴിയേണ്ടതില്ല. തങ്ങളുടെ മനസ്സിന് അത് ഇടുക്കമുണ്ടാക്കുകയും ചെയ്യേണ്ടതില്ല. എന്നിട്ട് വീണ്ടും അവര് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം സൂചിപ്പിക്കുകയാണ് അല്ലാഹു. വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുൻതും സാദിഖീൻ. ഈ താക്കീത് ചെയ്യപ്പെട്ട സംഗതി നിങ്ങൾ ഇത് സത്യസന്ധവും അതുപോലെ ഗൗരവപൂർവവുമായിട്ടാണ് പറയുന്നതെങ്കിൽ എപ്പോഴാണ് ഈ താക്കീത് യാഥാർത്ഥ്യമായി പുലരുക എന്നാണ് അവര് ആവർത്തിച്ച് ചോദിക്കുകയുണ്ടായത്. ഈ ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിരിക്കുന്ന ഈ 72 മുതൽ 75 വരെയുള്ള ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നത്. നമുക്ക് ആ ആയത്തുകൾ ഒന്ന് സൂക്ഷ്മമായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഖുൽ, പ്രവാചകരെ പറയുക, അസാ അൻ യകൂന റദിഫ ലക്കും ബഅദുല്ലദീ തസ്തഅജിലൂൻ. നിങ്ങൾ ഏതൊരു കാര്യത്തിന് വേണ്ടിയാണോ ധൃതി കാണിക്കുന്നത് അതിൽ ചിലതൊക്കെ ഭാഗികമായിട്ടെങ്കിലും വളരെ ആകസ്മികമായി തന്നെ വളരെ പെട്ടെന്ന് തന്നെ സംഭവിച്ചേക്കാം. അത് അസാ അൻ യകൂന റദിഫ ലക്കും, നിങ്ങളോട് വളരെ ചേർന്ന് തന്നെ നിങ്ങളുടെ തൊട്ട് പുറകിലായി തന്നെ ഉണ്ടായെന്നും വന്നേക്കാം. അതിൽ അത്ഭുതമൊന്നുമില്ല. അത് വളരെ പെട്ടെന്നായി സംഭവിച്ചേക്കാം. നിങ്ങളുടെ ഇംഗ്ലീഷിലൊക്കെ പറയുമ്പോൾ ക്ലോസ് അറ്റ് ഹീൽസ് എന്ന അവസ്ഥയിൽ തന്നെ ആ താക്കീത് ചെയ്യപ്പെട്ട കാര്യം സംഭവിക്കാനായിട്ട് എത്തിച്ചേർന്നേക്കാം. നിങ്ങൾ അങ്ങനെ ധൃതിപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അസാ അൻ യകൂന റദിഫ ലക്കും, റദിഫ ലക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തൊട്ട് പുറകിലായി. ബഅദുല്ലദീ തസ്തഅജിലൂൻ, നിങ്ങൾ ഏതൊരു സംഗതിക്ക് വേണ്ടിയാണോ ഇങ്ങനെ ബുദ്ധിശൂന്യമായ വിധത്തിൽ അചലത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ധൃതിപ്പെട്ട് അതിന് സംഭവിച്ചോട്ടെ എന്നുള്ള നിലക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് അവയിൽ ചിലതെങ്കിലും നിങ്ങളെ പിടികൂടുന്നതിന് വേണ്ടി നിങ്ങളുടെ തൊട്ടു പുറകിലായിട്ട് ഉണ്ടായെന്ന് വന്നേക്കാം. വഇന്ന റബ്ബക ലദൂ ഫദ്ലിൻ അലന്നാസ്. എന്നാൽ വസ്തുത ഇതാണ്, നിങ്ങളുടെ ധിക്കാരത്തിനും ധാർഷ്ട്യത്തിനും അല്ലാഹു നടപടി സ്വീകരിക്കാൻ അശക്തനായതുകൊണ്ടൊന്നുമല്ല. വഇന്ന റബ്ബക, തീർച്ചയായിട്ടും നിന്റെ നാഥൻ, ലദൂ ഫദ്ലിൻ അലന്നാസ്, ജനങ്ങളോട് വളരെയേറെ ഉദാരതയുള്ളവനാണ്, ഔദാര്യം കാണിക്കുന്നവനാണ്. അള്ളാഹുവിന്റെ ഔദാര്യം കാരണമായി, അവന്റെ ഫദ്ല് കാരണമായി മാത്രമാണ് താക്കീത് ചെയ്യപ്പെട്ട കാര്യം അതിവേഗം വന്നു ചേരാതിരിക്കുന്നത്. നിങ്ങൾക്ക് അവൻ അവസരം നൽകുകയാണ്, സമയം നീട്ടി തന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അർത്ഥം ആ താക്കീത് ചെയ്യപ്പെട്ട കാര്യം, ദൈവിക നടപടി, അത് നടപ്പിലാക്കാൻ അള്ളാഹു അശക്തനാണ് എന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഗതി തന്നെ മിഥ്യയാണ് എന്നോ ഒന്നുമല്ല. അള്ളാഹു നിങ്ങൾക്ക് അവന്റെ ഔദാര്യം കാരണമായിട്ട് സമയം വർദ്ധിപ്പിച്ചു തന്നിരിക്കുകയാണ് എന്നത് മാത്രമാണ് അതിന്റെ സൂചന. വഇന്ന റബ്ബക ലദൂ ഫദ്ലിൻ അലന്നാസ്, ജനങ്ങളോട്, മനുഷ്യരോട് വളരെയേറെ ഔദാര്യമുള്ളവനാണ് അള്ളാഹു. വലാകിന്ന അക്സറഹും ലാ യശ്കുറൂൻ, എന്നാൽ അവരിൽ ഏറെ പേരും
കൃതജ്ഞത കാണിക്കുന്നവരെ അല്ല, നന്ദി കാണിക്കുന്നവരല്ല അവരിൽ അധിക പേരും. വലാഖിന്ന അക്സറഹും ലാ യശ്കുറൂൻ. അപ്പൊ അള്ളാഹു മനുഷ്യരോടുള്ള കൃപാവായ്പ് കാരണമായിട്ടാണ് പ്രവാചകന്മാര് മുഖേന അവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന താക്കീത് ഉടനടി വളരെ പെട്ടെന്നായി തന്നെ നടപ്പിലാക്കാത്തത്. അത് അവന്റെ ഔദാര്യം കാരണമായിട്ടാണ്. ജനങ്ങൾക്ക് ആലോചിക്കാനും കാര്യങ്ങളെ വിലയിരുത്താനും സമയമുണ്ടാവട്ടെ, അവര് ഒരു പുനരാലോചനക്ക് കാര്യങ്ങളെ വിധേയമാക്കി സത്യമാർഗത്തിലേക്ക് കടന്നു വരുന്നതിന് അവർക്കൊരു പ്രേരണ ഉണ്ടാവട്ടെ എന്ന നിലക്ക് അള്ളാഹു വളരെയേറെ ഉദാരമായിട്ട് അവർക്ക് സമയം നീട്ടി നൽകിയിരിക്കുകയാണ് എന്ന് മാത്രമേ ഇതിന്റെ അർത്ഥമുള്ളൂ. വഇന്ന റബ്ബക ലദൂ ഫദ്ലിൻ അലന്നാസ്. ജനങ്ങളോട്, മനുഷ്യരോട് വളരെയേറെ ഫദ്ലുള്ള, ഔദാര്യം കാണിക്കുന്നവനാണ് നിന്റെ റബ്ബ്. വലാകിന്ന അക്സറഹും ലാ യശ്കുറൂൻ. എന്നാൽ ആളുകൾക്ക്, ഈ ജനങ്ങൾക്ക് അള്ളാഹുവിനോട് അതിന്റെ പേരിൽ കൃതജ്ഞതയൊന്നുമില്ല. അധിക പേരും കൃതജ്ഞത കാണിക്കാൻ, ശുക്ർ കാണിക്കാൻ, നന്ദി വൈമുഖ്യം കാണിക്കുന്നവരാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വഇന്ന റബ്ബക ലയഅലമു മാ തുകിന്നു സുദൂറുഹും വമാ യുഅ്ലിനൂൻ. നിശ്ചയമായിട്ടും താങ്കളുടെ നാഥൻ അറിയുന്നുണ്ട്. മാ തുകിന്നു സുദൂറുഹും, അവരുടെ ഹൃദയങ്ങള് ഒളിപ്പിച്ചു വെക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നത്. ഈ ആളുകളുടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എതിർപ്പും ശത്രുതയും ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആളുകളുടെ മനസ്സിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ള പകയും വിദ്വേഷവും, അവര് ആലോചിച്ചുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കുതന്ത്രങ്ങളുമൊക്കെ വളരെ രഹസ്യമായിട്ടായിരിക്കും അവരത് കൊണ്ടു നടക്കുന്നുണ്ടാവുക. എന്നാൽ തീർച്ചയായിട്ടും വഇന്ന റബ്ബക ലയഅലമു, തീർച്ചയായിട്ടും നിന്റെ നാഥന് നന്നായിട്ട് അറിയാം. മാ തുകിന്നു സുദൂറുഹും, അവരുടെ നെഞ്ചകങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്ന കാര്യം, അവരുടെ നെഞ്ചുകളിൽ, സ്വദറുകളിൽ, അവരുടെ ഹൃദയങ്ങളിൽ അവര് രഹസ്യമാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിന്റെ റബ്ബിന് നന്നായിട്ട് അറിയാം. അതുപോലെ വമാ യുഅ്ലിനൂൻ, അവര് വെളിപ്പെടുത്തുന്ന, പരസ്യമാക്കി വെക്കുന്ന കാര്യങ്ങളും നിന്റെ റബ്ബിന് നന്നായിട്ട് അറിയാം. അപ്പോ അവര് ഈ ധാർഷ്ട്യത്തോടു കൂടിയുള്ള നിലപാടും അതുപോലെ കൃതജ്ഞതയും നന്ദികേടും ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകും. എന്നാൽ അതിനേക്കാൾ കടുപ്പമുള്ള, അതിനേക്കാൾ അപകടകരമായ കാര്യങ്ങളാണ് അവരുടെ നെഞ്ചകങ്ങളിൽ അവര് ഒളിപ്പിച്ചു വെച്ച് കൊണ്ട് നടക്കുന്നത്. അതുപോലും അറിയുന്നവനാണ്. അവര് പരസ്യമായി പറയുന്നത് മാത്രമല്ല, അവര് നേരത്തെ കാണിച്ച ധാർഷ്ട്യത്തോടു കൂടിയുള്ള അവരുടെ സംസാരം പോലെയുള്ള കാര്യങ്ങൾ അവര് പരസ്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ അത് മാത്രമല്ല, അവരുടെ ഹൃദയങ്ങളിൽ, നെഞ്ചകങ്ങളിൽ അവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന, അതീവ രഹസ്യമാക്കി വെച്ചിരിക്കുന്ന അവരുടെ കുതന്ത്രങ്ങളും വിദ്വേഷവും വെറുപ്പും ഒക്കെ തന്നെയും അള്ളാഹു നന്നായി അറിയുന്നുണ്ട് എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. തുടർന്ന് അള്ളാഹു വ്യക്തമാക്കുന്ന ഒരു കാര്യം, വമാ മിൻ ഗായിബത്തിൻ ഫിസ്സമാഇ വൽ അർള്, ആകാശത്തിലോ ഭൂമിയിലോ ഒരു ഗായിബത്തുമില്ല, ഒരു മറഞ്ഞു കിടക്കുന്ന രഹസ്യമായ കാര്യവുമില്ല. ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, അവന്റെ ഒരു കിതാബിൽ, ഒരു തെളിമയുള്ള, വ്യക്തതയുള്ള ഒരു രേഖയിൽ ഉള്ളതായിട്ടല്ലാതെ. വ്യക്തമായും തെളിമയോടെ രേഖപ്പെടുത്തപ്പെട്ട ഒരു രേഖയിൽ കാര്യങ്ങളെല്ലാം ഉള്ള വിധത്തിലല്ലാതെ ആകാശത്തിലോ ഭൂമിയിലോ ഒരു രഹസ്യവുമില്ല, ഒരു മറഞ്ഞു കിടക്കുന്ന കാര്യവുമില്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മറഞ്ഞു കിടക്കുന്നത്, തെളിഞ്ഞു കാണുന്നത് എന്ന വിധത്തിലില്ല. എല്ലാം അവന് ദൃഷ്ടിഗോചരമായത് മാത്രമേ ഉള്ളൂ. അത് ആകാശത്തിലായാലും ഭൂമിയിലായാലും മനുഷ്യ ഹൃദയങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചതായാലും അവര് അവരുടെ നാവ് കൊണ്ട് പരസ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായാലും അതൊക്കെയും സൂക്ഷ്മമായിട്ട് അള്ളാഹുവിനറിയാം. അവന്റെ ലൗഹുൽ മഹ്ഫൂദിൽ,
അല്ലെങ്കിൽ അവന്റെ സകല കാര്യങ്ങളും രേഖപ്പെടുത്തുന്ന രേഖയില്, കിതാബില് അതൊക്കെയും രേഖപ്പെട്ട് കിടക്കുന്നതാണ്. ഗായിബത്തായിട്ട് അതില് രേഖപ്പെടുത്തപ്പെടാത്തതായിട്ട് യാതൊന്നുമില്ല. അള്ളാഹുവിന്റെ അറിവിൽപ്പെടാത്തതായിട്ട് യാതൊന്നും ഒരാളുടെ ഹൃദയാന്തരാളങ്ങളിൽ പോലും അവർക്ക് സൂക്ഷിച്ചു വെക്കാൻ സാധ്യമല്ല എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രാധാന്യമുള്ള, ഗൗരവമുള്ള ഒരു ദൗത്യമാണ് നിർവഹിക്കുന്നത്. അദ്ദേഹം പ്രാപഞ്ചിക യാഥാർത്ഥ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട്, ചരിത്ര സംഭവങ്ങളെ സാക്ഷ്യമാക്കിക്കൊണ്ട് മനുഷ്യ സമൂഹത്തിന്റെ മുന്നിൽ വെളിപ്പെടുത്തുന്ന, അവർക്കായിട്ട് വ്യക്തമാക്കി കൊടുക്കുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ താക്കീത് ഇവിടെ നൽകപ്പെട്ടിരിക്കുന്നത്. ഈ താക്കീതിന്റെ കാര്യത്തിലാണ് ഈ പ്രബോധിത സമൂഹം ധൃതിപ്പെട്ടുകൊണ്ട്, എന്നാൽ ആ താക്കീത് ചെയ്യപ്പെട്ട സംഗതി എന്തേ അങ്ങ് സംഭവിക്കാത്തത്, അതങ്ങ് പോന്നോട്ടെ എന്നുള്ള നിലക്കാണ് അവര് സംസാരിക്കുകയുണ്ടായത്. അതിനോട് പ്രതികരിച്ചുകൊണ്ടാണ് അള്ളാഹു ഇവിടെ പറയുന്നത്, പ്രവാചകരെ അവരോട് ഇങ്ങനെ പറഞ്ഞേക്കുക, യകൂന റജിഫലക്കും, അതൊരു പക്ഷെ അവരുടെ തൊട്ടു പുറകിലായി തന്നെ ഉണ്ടായെന്നും വന്നേക്കാം. ബഅദുല്ലദീ തസ്തഅജിലൂൻ, നിങ്ങൾ ധൃതിപ്പെട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അവയില് ചിലതൊക്കെ നിങ്ങളുടെ തൊട്ടു പുറകിൽ തന്നെ ഉണ്ടായെന്ന് വരാം. അത് വളരെ പെട്ടെന്ന് തന്നെ സംഭവിച്ചെന്ന് വരാം. അള്ളാഹു ഈ ആളുകളുടെ മനോഘടന മനസ്സിലാക്കിക്കൊണ്ടും അതേസമയം മനുഷ്യ സമൂഹത്തോടുള്ള വളരെ ഉദാരതയോടുകൂടിയുള്ള അവന്റെ സമീപനം നിലനിർത്തിക്കൊണ്ടുമാണ് ഈ കാര്യങ്ങൾ ഇവിടെ വ്യക്തമാക്കുന്നത്. ഇവർക്ക് താക്കീത് ചെയ്യപ്പെട്ട കാര്യം അവര് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ പോലും അവരുടെ മേൽ ദൈവിക നടപടി ഉടനെ സംഭവിപ്പിക്കാൻ അള്ളാഹു ഒരുങ്ങുന്നില്ല. മനുഷ്യന് അനുവദിച്ച് നൽകിയിട്ടുള്ള, അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ള അവർക്കുള്ള അജല്, ആ അജല് എത്തുന്നത് വരെ അവർക്കുള്ള അവസരമായിട്ട് അള്ളാഹു വെച്ചിരിക്കുകയാണ്. അള്ളാഹു ജനങ്ങളോട് വളരെയേറെ ഫദ്ല്, വളരെയേറെ ഉദാരത, അവന്റെ വിശാല മനസ്കത കാണിക്കുന്നത് കൊണ്ടാണ് ഉടനെ അവരെ തേടി ദൈവിക നടപടി എത്താതിരിക്കുന്നത്. എന്നാൽ ആ കാര്യമൊന്നും ഉൾക്കൊള്ളുന്ന ഒരു പ്രതികരണമല്ല ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. അവരുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും നിലപാടിലും ഒക്കെ വലിയ കൃതജ്ഞതയാണ്, നന്ദികേടാണ് നിരന്തരം പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അള്ളാഹു പറയുന്നത്, അവര് പരസ്യമായി പറയുന്ന കാര്യങ്ങള് മനസ്സിലാക്കാം, എല്ലാവർക്കും കേൾക്കാവുന്ന വിധത്തിലാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടെയുള്ള മക്കയിലെ സത്യവിശ്വാസ പാതയിൽ നിലകൊള്ളുന്ന ആളുകൾക്കൊക്കെയും ഈ ശത്രു സമൂഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേൾക്കാനും മനസ്സിലാക്കാനും ഒക്കെ കഴിയുന്നുണ്ട്. എന്നാൽ അവരുടെ ഹൃദയങ്ങളിൽ അവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന, അതീവ രഹസ്യമായി കൊണ്ട് നടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതുപോലും നിന്റെ റബ്ബ് അറിയുന്നുണ്ട്. വഇന്ന റബ്ബക ലയഅലമു മാ തുകിന്നു സുദൂറുഹും. നേരത്തെ പലപ്പോഴും നമ്മൾ വിശദീകരിച്ചതുപോലെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വകവരുത്താൻ വേണ്ടിയുള്ള പല ഗൂഢമായ തന്ത്രങ്ങളും ആലോചനകളും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആ ഘട്ടത്തിൽ. ഖുറൈശി സമൂഹം, പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കുലം ബനൂ ഹാഷിം, തങ്ങൾക്കെതിരിൽ പ്രതികാരം എടുക്കാൻ വേണ്ടി രംഗത്ത് വരാതിരിക്കാൻ കാരണമാകുന്ന വിധത്തില് മക്കയിലെ എല്ലാ ഗോത്രങ്ങളിലെയും ആളുകള് കൈകോർത്തുകൊണ്ട് ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിരിലുള്ള ആ നീക്കം നടത്തുന്നത് എങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വകവരുത്താനുള്ള ആ അവരുടെ ഗൂഢതന്ത്രം നടപ്പിലാക്കാൻ മുതിരുന്നതെങ്കിൽ, ബനൂ ഹാഷിം കുടുംബത്തിന് അവർക്കെതിരെ തിരിയാൻ സാധിക്കുകയില്ല എന്നൊക്കെയുള്ള ആലോചനയിലാണ് അവര് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഘട്ടത്തിൽ. അപ്പോ ഹൃദയങ്ങളില്, നെഞ്ചകങ്ങളില് അവർ ഒളിപ്പിച്ചു വെച്ച വളരെ അപകടകരമായ പല രഹസ്യങ്ങളും ഉണ്ട്.
അവർ പറയുന്നത് ഇത്രത്തോളമൊക്കെ ആണെങ്കിലും പറയുന്നതിനേക്കാളൊക്കെ എത്രയോ കടുപ്പമുള്ളതാണ് അവരുടെ ഹൃദയങ്ങളിൽ അവര് മാ തുക്കിന്നു സുദൂറു അവരുടെ ഹൃദയങ്ങളിലായിട്ട് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്. അത് അവര് പറയുന്നതിനേക്കാൾ വമായൊഴിനൂൻ അവര് എഴുലാൻ ചെയ്ത് പരസ്യപ്പെടുത്തിക്കൊണ്ട് പറയുന്ന കാര്യങ്ങളെക്കാളൊക്കെ കടുപ്പമുള്ളതാണ്. അതൊക്കെയും അറിയുന്നുണ്ട് നിന്റെ റബ്ബ്. അവനെ സംബന്ധിച്ചിടത്തോളം ആകാശത്തിലോ ഭൂമിയിലോ ഒരു ഗായിബത്തും ഇല്ല. ഗായിബത്ത് എന്ന് പറഞ്ഞാൽ മറഞ്ഞു നിൽക്കുന്നത്, അദൃശ്യമായത് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അതൊക്കെയും അവന്റെ കിതാബില് തെളിമയോടുകൂടി രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ അറിവിൽപ്പെടാത്തതായി യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പോരാട്ട രംഗത്ത് നിലകൊള്ളുന്ന നമ്മുടെ കാലഘട്ടത്തിലെ പലസ്തീൻ സമൂഹം പോലെയുള്ളവർക്ക് അവരുടെ നിത്യജീവിതത്തിലെ ഒരു ദാർഢ്യത നൽകുന്ന ഒരു വിശ്വാസം കൂടിയാണിത്. നമ്മൾ പലപ്പോഴും ഇതിനെക്കുറിച്ച് ഒരു പക്ഷേ അവഗണനയിലോ അല്ലെങ്കിൽ അജ്ഞതയിലോ വേണ്ടത്ര ഇതിനെക്കുറിച്ച് ബോധം ഇല്ലാത്ത അവസ്ഥയിലോ ഒക്കെ ആയിരിക്കാം. പക്ഷെ ജീവൽ മരണ പോരാട്ടങ്ങളുടെ പല പ്രയത്നങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്നും ഊർജം പകരുന്ന, ധൈര്യം പകരുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിന്റെ അറിവിൽപ്പെട്ടതല്ലാത്ത, അള്ളാഹുവിന്റെ രേഖയിലില്ലാത്തതായ, അള്ളാഹു നിശ്ചയിച്ചതല്ലാത്തതായ ഒരു കാര്യവും സംഭവിക്കുകയില്ല എന്ന്. അള്ളാഹു നിശ്ചയിച്ച കാര്യങ്ങള്, അള്ളാഹുവിന്റെ ഖദറിൽപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും. അവന്റെ ഖദറിൽ പെടാത്തതും അവന്റെ രേഖയിലില്ലാത്തതുമായ ഒരു കാര്യം സംഭവിക്കാനും പോകുന്നില്ല. ഈ ഒരു അടിസ്ഥാന ബോധം ആണ് യഥാർത്ഥത്തിൽ പോരാട്ട രംഗത്തുള്ള ആളുകൾക്ക് ഏറ്റവും ഏറെ ധൈര്യം പകരുന്നതും അവർക്ക് ഊർജം നൽകുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു ബേസിക്കായ ഒരു കാര്യം. അപ്പോ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധൈര്യപ്പെടുത്തുന്നത് ആ ഒരു കാര്യം മുൻനിർത്തിക്കൊണ്ടാണ്. ആകാശത്തിലോ ഭൂമിയിലോ അവന്റെ ലിഖിത രേഖയിലുള്ളതായിട്ടുള്ളതല്ലാത്ത ഒരു കാര്യവും മറിഞ്ഞു കിടക്കുന്നേ ഇല്ല. എല്ലാ കാര്യവും അവന്റെ കിതാബില് തസ്ജീലായിട്ട് കിടക്കുന്നതാണ്, രേഖപ്പെടുത്തപ്പെട്ട് ഉള്ളത് തന്നെയാണ്. അവന്റെ അറിവിൽപ്പെടാത്തതോ അവന്റെ ഈ പ്രമാണത്തിൽ ഉള്ളതല്ലാത്തതോ ആയ യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന വിധത്തിലാണ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇവിടെ ധൈര്യം പകർന്നു കൊടുക്കുന്നത്. അതേ സമയത്ത് പരോക്ഷമായിട്ട് മക്കയിലെ ഈ അഭിസംബോധിത സമൂഹത്തിന് അവർക്ക് യുക്തിയുടെയും ബുദ്ധിപരമായ തലത്തിലുമൊക്കെ കാര്യങ്ങൾ വിശദമാക്കപ്പെട്ടതിന് ശേഷം അവര് എന്നിട്ടും യാഥാർത്ഥ്യത്തോട് പുറംതിരിഞ്ഞുകൊണ്ട് നിലകൊള്ളുന്ന അവസ്ഥയിൽ അവരർഹിക്കുന്ന വിധത്തിലുള്ള ഒരു താക്കീത് കൂടി ഈ വാക്കുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൻ നംലിലെ 72 മുതൽ 75 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.